നമസ്കാരം, നേഷൻ ഫസ്റ്റിലേക്ക് സ്വാഗതം. കെവിനെ, CPIക്ക് എന്താണ് സത്യത്തിൽ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? CPIയുടെ നട്ടലൊടിഞ്ഞു എന്ന് തന്നെ പറയാൻ കഴിയും. എന്ന് വെച്ചാൽ 1000-ഓളം വരുന്ന CPIക്കാർ സംഘടന വിട്ട് മറ്റൊരു സംഘടനയിലേക്കോ അല്ലെങ്കിൽ CPI വേണ്ട, ആദ്യഘട്ടത്തിൽ നമ്മൾ 2 ദിവസം മുമ്പ് കണ്ട കാര്യമാണ്. 800-ഓളം പേർ കടക്കിൽ നിന്ന്, അതായത് കൊല്ലം ജില്ല എന്ന് പറയുന്നത് LDFന്റെ അല്ലെങ്കിൽ CPIയുടെയും രണ്ടിൻ്റെയും ഒരു പൊന്നാമരം കൂട്ടുകയാണ്, ഒരു ഈറ്റില്ലമാണ്. ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെ നിന്ന് കൊഴിഞ്ഞുപോക്ക് സംഭവിക്കുന്നത് എന്തുകൊണ്ടും CPIക്ക് ദോഷമാണ്. നമുക്കറിയാം, ഏറെ നാളായി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ വ്യാപകമായ വിമർശനമാണ് സംസ്ഥാന കമ്മിറ്റിയിലും അതേപോലെ ജില്ലാ കമ്മിറ്റികളിലും സംസ്ഥാനം ഒട്ടാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ ഇത്തരം കുറഞ്ഞുപോക്കിൽ സംസ്ഥാന നേതൃത്വം ഇടപെടുന്നില്ല. അതായത് നമുക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു മുമ്പ് വിഭാഗീയത ഇവിടെ ഇല്ല, ഔദ്യോഗികമായ പക്ഷം മാത്രമേ ഉള്ളൂ, അത്തരമൊരു സാഹചര്യമുള്ള ആൾക്കാർ മാത്രം മതി, ഇങ്ങോട്ടേക്ക് വണ്ടി കയറാൻ മതി. അത്തരത്തിലുള്ള ആൾക്കാരെ എല്ലാം വെട്ടിനിർത്തി KE ഇസ്മായിലിൻ്റെ കാര്യം നമ്മൾ കണ്ടതാണ്. പല ജില്ലാ കമ്മിറ്റികൾക്കകത്തും ചർച്ചകൾക്കിടയിൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ, അതായത് നമുക്കറിയാം, ഈ CPIയുടെ 4 മന്ത്രിമാർക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് അണികൾക്കിടയിലും അതേപോലെ തന്നെ പ്രവർത്തകർക്കിടയിൽ നിന്നും വരുന്നത്. മുഖ്യമന്ത്രിയെ കാണുമ്പോൾ മുട്ടിടിക്കുന്നു അല്ലെങ്കിൽ കാല് വിറയ്ക്കുന്നു. ഇവർക്ക് തിരിച്ചു പറയുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരുവിധ ധാർമ്മികതയില്ല, അതേപോലെ തന്നെ പേടിയാണ്. പിന്നെ അതേപോലെ എന്താണ്, CPMന്റെ മറ്റ് മന്ത്രിമാർ, അതായത് ധനകാര്യം വകുപ്പ് കൈ ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ KN ബാലഗോപാൽ പോലുള്ളവർ, അതായത് ഈ CPIയുടെ വകുപ്പുകളെ പരിഗണിക്കുന്നില്ല. മറ്റൊരു കാര്യം, അതിരൂക്ഷമായൊരു വിമർശനം കഴിഞ്ഞ ചർച്ചകളിലൊക്കെ ഉയർന്നു വന്നത് അവസാനമായി നടന്ന സംസ്ഥാന സമ്മേളനത്തിന് തൊട്ടു മുമ്പ് നടന്ന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ അരുവിക്കയിൽ നിന്നൊരു പ്രതിനിധി പറയുന്നു, അതായത് LDFന്റെ മുന്നണി വിട്ടു പോകണം, എന്നാൽ മാത്രമേ CPIക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. അതൊരു വളരെ സത്യസന്ധമായ കാര്യമാണ്. CPIക്ക് കൊടുക്കുന്ന വില എന്താണ്? അപ്പോൾ ആ മുന്നണിയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ് CPI. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദനോട് CPIയുടെ ഒരു പരാമർശത്തെ കുറിച്ച് വെച്ചപ്പോൾ എന്ത് CPI എന്നാൽ അത് നമുക്ക് ഒരു 10-20 ക്യാമറ കണ്ണുകൾക്ക് മുന്നിൽ നിന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ചോദിക്കുകയാണ് എന്ത് CPI? നാണം കെട്ട് അവിടെ തുടരുന്നതിലും ഭേദം. ഇപ്പോൾ അടൂർ പ്രകാശ് UDFന്റെ കൺവീനർ ആയതിനു ശേഷം പല നീക്കങ്ങളും CPIയുമായി ബന്ധപ്പെട്ട് നടന്നുണ്ട്. CPI UDFിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന ഏറ്റവും വലിയ വിശ്വാസത്തിലാണ് ഈ പറയപ്പെടുന്നത് UDF ഉള്ളത്. ഒരുപക്ഷെ CPI UDFിലേക്ക് വന്നാൽ UDFിലെ ഏറ്റവും വലിയ 3ാമത്തെ കക്ഷിയായി CPI മാറും. ചരിത്രത്തിൽ CPI UDF സഹകരിച്ചിട്ടുണ്ട്. നല്ല കമ്മ്യൂണിസ്റ്റുകളുടെ ഒരു കൂട്ടം ആളുകളാണ് CPIയിലെ നേതാക്കന്മാരായിരുന്നത് ഒരു കാലം വരെ. ഈ ബിനോയ് വിശ്വം, വെളിയം ഭാർഗവനാവട്ടെ, അങ്ങനെ കൊല്ലത്ത് നിന്ന് ഒരുപാട് നേതാക്കന്മാർ. കെവിൻ പറഞ്ഞ ഒരു പോയിന്റാണ്, കൊല്ലത്തെ CPIയുടെയും CPMന്റെ ഏറ്റവും നല്ല വിളനിലെന്ന് പറയുമ്പോൾ കൊല്ലം CPIയുടെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ, RSP അടക്കമുള്ള CMP അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് നല്ല നേതാക്കന്മാരെയും നല്ല അണികളെയും കൊടുത്തിട്ടുള്ള ഏറ്റവും നല്ല വിളനിലം കൊല്ലം തന്നെയാണ്. എപ്പോഴും പറയും കണ്ണൂരാണ് CPMന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ശക്തി കേന്ദ്രം എന്ന് പറയുമ്പോഴും നമ്മൾ കണ്ണൂരിന്റെ MPയുടെ പേരെന്താ? കണ്ണൂരിന്റെ MPയുടെ പേര് കെ സുധാകരൻ എന്നാണ്. അവിടുത്തെ കോർപ്പറേഷൻ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. നമ്മുടെ KPCC അധ്യക്ഷൻ പോലും കണ്ണൂരുകാരനാണ്. കെ സുധാകരൻ ഇനിയും കണ്ണൂർ വന്ന് മത്സരിച്ചാൽ അവിടെ CPMന്റെ MLA അല്ല കണ്ണൂരിലുള്ളത്, നമ്മുടെ കേരള കോൺഗ്രസ് എസിന്റെ പ്രതിനിധിയാണ് അവിടെ കണ്ണൂരിന്റെ MLA ആയിരിക്കുന്നത്. പക്ഷെ കൊല്ലത്തേക്ക് നോക്കും, കൊല്ലത്തെ MPയുടെ പേര് പ്രേമേന്ദ്രനാണ്. അദ്ദേഹം UDFിലാണെങ്കിലും നല്ല കമ്മ്യൂണിസ്റ്റ് ആണ്. PC വിശ്വനാഥും CR മഹേഷും ഒഴിച്ചു നിർത്തിയാൽ ബാക്കി എല്ലാവരും കൂടെ ഇടതുപക്ഷത്തിന്റെ MLA മാരാണ്. ഇപ്പൊ CPIയുടെ മൊത്തത്തിലൊരു സാഹചര്യമുണ്ട്. പത്തനാപുരം നിയോജകമണ്ഡലത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പത്തനാപുരത്ത് CPI വളരെ അപ്രസക്തമായിരിക്കുന്നു. കാരണം അവിടെ കേരള കോൺഗ്രസ് ബിക്ക് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും CPM-ആയിട്ട് കൊടുക്കുന്നു. CPM-നെ പോലും പലപ്പോഴും അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുമ്പോഴും ചില കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് അതിന് സാധിക്കാത്തത്. സുബാല് ജില്ലാ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന പുനലൂർ നിയോജകമണ്ഡലം, പുനലൂരിൽ CPM-നെ വെല്ലുവിളിച്ചുകൊണ്ട് CPI മുന്നോട്ട് പോകുന്നു, തിരിച്ചു പണി കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവസാനം ഈ അടുത്ത തവണ സുബാൽ വീണ്ടും മത്സരിക്കുന്ന രംഗത്തേക്ക് വന്നാൽ അവിടെ UDFന്റെ സീറ്റ് ഈ പ്രാവശ്യം കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നൊരു സമവായത്തിന്റെ പേരിലാണ് സുബാലിനെ ജില്ലാ സെക്രട്ടറി ആയിട്ട് കൊണ്ടുവന്നത് തന്നെ. എന്നിട്ടും എന്താണ്, ന്യൂട്രലായിട്ടൊരു നിലപാടെടുക്കാതെ പക്ഷം പിടിച്ചുകൊണ്ടുള്ള നിലപാടെടുക്കുന്നു. ഇന്നലെ തന്നെ പല പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിൽ പോകുന്നവർക്ക് വിട്ടു പോകാമെന്നുള്ള തരത്തിൽ, അതായത് പാർട്ടി തകർന്നാലും അവർക്ക് ഇവിടെ ഒന്നും നേടാനില്ല, വ്യക്തിപരമായ നേട്ടങ്ങൾ മാത്രമാണ്. നോക്കൂ, നമ്മൾ കഴിഞ്ഞ CPIയുടെ പല നിലപാടുകൾ, ഇപ്പോൾ ഇന്നലെ PM ശ്രീയുമായി ബന്ധപ്പെട്ട് കുറേ നാളുകൾക്ക് ശേഷം, അതായത് ബിനോയ് വിശ്വത്തിന്റെ വായിൽ നിന്ന് എന്തൊക്കെയോ മുത്തുമണികൾ വീണു. അതിൽ അതായത് PM ശ്രീയുടെ ഫണ്ട് സ്വീകരിക്കില്ല എന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞു. ശിവൻകുട്ടി പറയുന്നത് എന്തിനാണ് 1400 കോടി രൂപ കളയുന്നത്? അത്തരമൊരു സാഹചര്യത്തിൽ വീണ്ടും സർക്കാർ 1400 രൂപ ഉപയോഗപ്പെടുത്തുന്നു. അതേപോലെ തന്നെ സ്കൂളുകളുടെ ഫ്രണ്ടിൽ, അതാണ് ഇവിടെ CPM-മാരെല്ലാം
അതായത് എതിർക്കുന്ന മോദിജിയുടെ ഫോട്ടോ വെച്ച് PMCയുടെ പടം വെക്കുന്നു. അവിടെ തന്നെ നമുക്ക് അന്തർധാര മനസ്സിലാവുന്നതാണ്. ഇതിനകത്ത് ഒരു പ്രാക്ടിക്കലായി ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെടുന്ന കോടിക്കണക്കിന് രൂപ കേരളത്തിന് കിട്ടുന്നതും നരേന്ദ്രമോദിയുടെ പടം വെച്ചാൽ സ്വീകരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇത്രയും വലിയ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ CPI ആരാണെന്നൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊതുവെ ദുർബല കൂടെ ഗർഭിണി എന്ന് പറയുന്ന അവസ്ഥയാണ് CPIക്കുള്ളത്. ആ മുന്നണിയിൽ യാതൊരു വിലയും അവിടെ ഇല്ല. ഇപ്പം 4 മന്ത്രിമാരുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ P. പ്രസാദ് നല്ല മന്ത്രി എന്ന പേരെടുത്ത് വന്നതാണ് തുടക്കത്തിൽ ജനകീയമായ ചില ഇടപെടലുകളിലൂടെ. പക്ഷെ അവർക്കൊന്നും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ എന്ത് നടക്കണം എന്നുള്ളത് CPMന്റെ ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുകയാണ്. അതെ, അത് തന്നെ രോഹിതനെ നോക്കാനുള്ളത്. അതായത് ഈ K. രാജൻ ഒഴികെ ബാക്കി ഏത് മന്ത്രിമാരാണ് ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ളത്? സിവിൽ സപ്ലൈക്കോ, അതേപോലെ കൃഷി വകുപ്പോ, നമുക്കൊരു ക്ഷീരവികസന വകുപ്പ് വന്നിട്ട് ചിഞ്ചുറാണിയോ, ഈ അടിക്കടിക്ക് പാല് കൂട്ടുന്നതാണോ, അല്ലെങ്കിൽ എന്ത് പ്രവർത്തനമാണ്? ചടയമംഗലത്ത് അടുത്ത പ്രാവശ്യം ചിഞ്ചുറാണിയെ മത്സരിപ്പിക്കുന്നതെന്നാണ് CPIയുടെ തീരുമാനം. ആ സീറ്റ് വേറെ വിട്ടുകൊടുക്കണമെന്നാണ് തീരുമാനം. അത്തരം ഒരു സാഹചര്യം വന്നാൽ അത് കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്ന സാഹചര്യമുണ്ട്. ഏതൊക്കെ സീറ്റ് വിട്ടുകൊടുക്കുന്നത്? 10 CPI മത്സരിച്ചുകൊണ്ടിരുന്ന വന്നപ്പോൾ അത് വെച്ച് പറഞ്ഞ അവസ്ഥയായി. അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് പറയുമ്പോൾ CPM കൊടുത്തു. പിന്നീട് കേരള കോൺഗ്രസ് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. മാവേലിക്കര അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ വിജയിക്കാനുള്ള എല്ലാ സാധ്യതയും വന്നു ചേർന്നിട്ട് അവസാനം പരാജയപ്പെട്ടു പോകുന്നത്. എന്തിനാ പറയുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം സീറ്റ് CPIയുടേതാണ്. ഇത് പണ്ട് പേഡ് സീറ്റ് ആയിരുന്നു. ചില്ലറ കഴിഞ്ഞ പോലെ അങ്ങനെ കൊടുത്തിരുന്നെങ്കിലും ഒരു മാന്യത ഉണ്ടായിരുന്നു. പന്ന്യൻ രവീന്ദ്രനെ പോലെ CPIയിലെ തലമുതിർന്ന ഒരു നേതാവിനെ കൊണ്ടുവന്നവിടെ മത്സരിപ്പിച്ചിട്ട് ഈ CPM ആണ് ഈ ഒരു 3ാം സ്ഥാനത്തേക്കൊക്കെ ഇവർ പോകാനുള്ള കാരണം, അല്ലെങ്കിൽ BJPയുടെ വളർച്ചയ്ക്ക് ഉണ്ടായ ഏറ്റവും വലിയ കാരണം CPI സ്ഥാനാർത്ഥിയായതുകൊണ്ടാണ്. അല്ലെങ്കിൽ CPMന്റെ കിട്ടുന്ന ഒരു പ്രവർത്തനം അല്ല അവിടെ കിട്ടിയേക്കുന്നത്. നമ്മളൊക്കെ കണ്ടതാണ്. നമ്മൾ റിപ്പോർട്ടിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് അവിടെ പോയപ്പോ എന്തിനാണ് ഈ ഒരു മനുഷ്യനെ ഇത്രയും നല്ലൊരു മനുഷ്യനെ അപഹാസ്യനാക്കുന്ന തരത്തിൽ CPM ചിത്രീകരിച്ചു? ഒരു ബൂത്ത് തലത്തിൽ ഒരു പ്രവർത്തനവും CPMന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇവർക്ക് നിങ്ങളങ്ങ് പൊക്കോ, ഇത് ധാർഷ്ട്യമാണ്. അല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി വരുന്ന 2026 വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ മുന്നണി സംവിധാനങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ പോകുന്നത് UDF തന്നെയാണ്. അതായത് ഈ ചെറിയ ഈർക്കിളി പാർട്ടികളെ, ഇവരെയൊക്കെ ഏത് കാലത്താണ് CPM അല്ലെങ്കിൽ LDF ചേർത്ത് നിർത്തിയിട്ടുള്ളത്? ഇവരെയൊക്കെ അവഗണിക്കുന്ന തുല്യതാണ്. രോഹിതനെ ശ്രദ്ധിച്ചാൽ അറിയാം, ഏത് വിഷയത്തിലാണ് CPI പറയുന്ന ഒരു വാക്ക് ഇവിടെ CPMകാർ അല്ലെങ്കിൽ ഒരു മുന്നണി സംവിധാനത്തിൽ നിൽക്കുന്ന സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നത് കേട്ടിട്ടുണ്ട്. ബ്രൂവറി വിഷയം, പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ പറ്റില്ല എന്നുള്ള പല ജില്ലാ കമ്മിറ്റികളും CPIയുടെ നയമായിരുന്നു. അതുപോലെ തന്നെ മാവോയിസ്റ്റ് വിഷയം, ഇതിലെല്ലാം തന്നെ അതായത് ബിനോയ് വിശ്വൻ എവിടെ നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് പറയും, പിണറായി വിജയനെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും, ചിരിക്കും, കാണുന്നതെല്ലാം മറന്നുപോകും. പേടിയാണ് ബേസിക്കലി ഇതിന്റെ അടിസ്ഥാനം. ഇത് പേടിയാണ്. അതായത് ഇപ്പം CPMന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ തന്നെ സ്തുതി പാഠകരെ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് ഇപ്പോൾ G. സുധാകരനും EP ഉൾപ്പെടെയുള്ളവർ അകന്നു നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അപ്പം രണ്ടാമത്തെ കക്ഷിയായി CPIയുടെ കാര്യം ചിന്തിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കക്ഷി ഇത് പേടിയേക്കാൾ അപ്പുറത്തേക്ക് ഞങ്ങളിത് പറഞ്ഞിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. മറ്റേ സിനിമയിലെ മുദ്രാവാക്യാണ്, ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഞങ്ങൾ നിങ്ങളുടെ മുന്നണിയല്ലേ, നാളെ കാണണ്ടേ. ഇതാണ് രീതി. തമ്പുരാൻ കൽപ്പിക്കും, വേണമെങ്കിൽ കേട്ടോണം. CPI സത്യം പറഞ്ഞാൽ CPIയുടെ സഹോദരന്മാരോട് ഭയങ്കര ഇപ്പൊ ഞാൻ എൻ്റെ അച്ഛനൊക്കെ ഒരു വലിയ CPIക്കാരനായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും കൊല്ലത്തിന്റെ മണ്ണിൽ വളർന്നു വന്ന ഇത്തരത്തിലൊരു നല്ല പ്രസ്ഥാനം ഇങ്ങനെ പിണറായി വിജയന്റെ കാൽക്കീഴിൽ കൊണ്ടുപോയി അടിയറ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കഠിന പ്രയത്നം ചെയ്ത ഒരു പാർട്ടിയുടെ ഇങ്ങേറ്റത്ത് നിൽക്കുന്ന തലമുറ കാണിച്ചു കൂട്ടുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായ സങ്കടമുണ്ട്. ഈ പ്രസ്ഥാനമൊക്കെ ഈ നാട്ടിൽ ആവശ്യം. പണ്ട് CPM വിട്ടുപോയാൽ റിയൽ കമ്മ്യൂണിസ്റ്റുകൾക്ക്, അതായത് കമ്മ്യൂണിസം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്ക് അടുത്തൊരു ഓപ്ഷൻ CPI ആയിരുന്നു. CPI ഇന്ന് ഈ കേരള മാണി, പിന്നെ പേരറിയാത്ത കോർ കുഞ്ഞു മറ്റൊരു ചോദ്യം, വിട്ടുപോയ ഈ 1000 CPM എന്ന് പറയുമ്പോൾ കടക്കലിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ സംബന്ധിച്ച് ഇന്ന് 800, 100, 150 വെച്ച് പോവുകയാണ്. 800 പേരെ ഒരു സ്ഥലത്ത് കിട്ടുക എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് നട്ടലൊടിഞ്ഞൊരു അവസ്ഥയാണ്. അത് കടക്കൽ എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ കരുത്തുറ്റ കോട്ടകളാണ്. അവിടെയാണ് മറ്റേ കടക്കൽ ദേവീക്ഷേത്രത്തിൽ നമ്മുടെ അണ്ണനെ കൊണ്ട് പാട്ട് പാടിപ്പിച്ച സ്ഥലം. അപ്പൊ സ്വാഭാവികമായിട്ടും അല്ലെ നമ്മൾ മനസ്സിലാക്കണം, പുഷ്പന്റെ സഹോദരൻ പോലും പാർട്ടി വിട്ടു പോകുന്ന സാഹചര്യം നമ്മൾ ചിന്തിക്കണം. ഇതിന്റെ വാർത്താ പ്രാധാന്യം കിട്ടാത്തതെന്ന് എനിക്കറിയത്തില്ല. കോൺഗ്രസിൽ നിന്ന് ഏതെങ്കിലും ഒരു നേതാവോ അണികളോ BJPയിലേക്കോ CPMയിലേക്കോ പോയ ഇവിടുത്തെ മാധ്യമങ്ങൾ അച്ചടിച്ചു. ഇന്ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ ബൂത്ത് കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചു വലിയ ഒഴുക്ക് കോൺഗ്രസിലേക്ക് സംഭവിക്കുന്നുണ്ട്. അതൊരു അധികാര മാറ്റത്തിന്റെ അടയാളമാണ്. മനസ്സിലാക്കണം. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് അവരോടൊപ്പം നിന്നിട്ടേ കാര്യമുള്ളൂ, അവർക്ക് ഞങ്ങളെ ആവശ്യമുണ്ട്. രോചനം പറഞ്ഞത് കൃത്യമായിട്ട് ശരിയാണ്. UDF തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടം കേസായാലും ഏത് സ്വർണ്ണപ്പാളി വിഷയമായാലും ഈ അവസാനത്തെ സർക്കാരിന്റെ പരിപാടികളെല്ലാം തന്നെ നോക്കൂ. ആഗോള അയ്യപ്പ സംഗമം പാളിയില്ലേ, അതേപോലെ തന്നെ CM വിത്ത് മീ, PR വർക്കിന്റെ ഭാഗമായി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് അറിയില്ല. കൃത്യമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും അറിയില്ല. അങ്ങനെ എത്ര പരിപാടികൾ, പല അജണ്ടകൾ കൊണ്ടുവന്നില്ലേ. ഇതെല്ലാം പാളുന്ന സ്ഥിതിയാണ്. സ്വർണ്ണപ്പാളി വിഷയം
അറിയാലോ. അതേപോലെ ഇതില് 2023 ഒരു സ്ട്രാറ്റജി എന്താ പറയുക, നമ്മൾ 2-3 മാസം മുമ്പ് വരെ UDF എങ്ങനെയാണ് അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത്, എന്ത് പ്രവർത്തനമാണ് നടക്കാൻ പോകുന്നതെന്ന് ചോദിച്ചെടുത്ത് നിന്നിട്ട് ഇനി വരാൻ പോകുന്ന അവസാനത്തെ ഒരു 6 മാസം കാലഘട്ടം ടൈറ്റ് ചെയ്ത് പിടിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. അവിടെ ഇപ്പം നമുക്കറിയാം രമേശ് ചെന്നിത്തലയാണോ VD സതീശനാണോ അതോ KC വേണുഗോപാലാണോ ആരാണോ മുഖ്യമന്ത്രി ആകുക എന്നുള്ള ചർച്ചയൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ എങ്കിൽ പോലും ഇത് പുറത്ത് കാണിക്കാതെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല തരത്തിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുന്നുണ്ട്. ഇത് ഈ KPCC സെക്രട്ടറിമാരും കൂടി വരാൻ കിടക്കുന്നു, DCC പുനഃസംഘടന വരാൻ കിടക്കുന്നു, വരണമെന്നാണ് എന്റെ അഭിപ്രായം. ഈ ഇലക്ഷന് മുമ്പ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് DCC പുനഃസംഘടനയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇത് ഏറെ സ്ട്രോങ് ആകും. പുതിയ ഭാരവാഹിത്വം വരുമ്പോൾ അവർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു അധികാര മാറ്റത്തിന്റെ സാക്ഷ്യപത്രമായിരിക്കും. അതോടുകൂടി CPIക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി. നേരത്തെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ് ഇത്തരത്തിലൊരു CPIക്ക് നമ്മുടെ കൂടെ എത്താം എന്നൊരു ധ്വനി നൽകുന്ന ഒരു സന്ദേശം എത്തണം എന്നുള്ളതാണ്. കഴിഞ്ഞൊരു 4 മാസത്തിനുള്ളിൽ അറിയാം പലതവണ CPIയുമായിട്ട് ഉരസുമ്പോഴും കോൺഗ്രസിലേക്ക് വരാം. അതിൻ്റെ ഒരു ചരിത്രം നമ്മൾ ബാക്കി നിൽപ്പുണ്ട്. ഒരു തുറന്ന വാതിലാണ്, ചർച്ചകൾക്ക് തയ്യാറാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സാധ്യത അടുത്തൊരു 6 മാസം അല്ലെങ്കിൽ അടുത്തൊരു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മുന്നിൽ കാണുന്നുണ്ട്? 100% അതിനുള്ള സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ പറയാണ്, ഇപ്പൊ കൊല്ലത്ത് ഈ വിഷയങ്ങൾ നടക്കുമ്പോൾ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന PS സുബാല് പ്രദാനം ചെയ്യുന്ന പുനലൂർ മണ്ഡലം പോലും ഇടതുപക്ഷത്തിന്റെ കയ്യിൽ CPM പണിയും. ഉറപ്പല്ലേ? സുബാലിലെ പണിയും. അവിടെ ഇപ്പൊ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് മുസ്ലിം ലീഗിന് വലിയ പ്രാധാന്യം അവിടെ ഇല്ല. പക്ഷെ അത് കോൺഗ്രസ് തിരിച്ചെടുത്ത് കൈപ്പത്തി ചിഹ്നത്തിൽ കൊള്ളാവുന്ന ഒരു സ്ഥാനാർത്ഥിയോടെ മത്സരിപ്പിച്ച ഒരു പൊതുസമ്മതനെ മത്സരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ സുബാല തോറ്റു തുന്നം പാടും. സുബാലിനും മണക്കും. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇതേ അവസ്ഥ പല മണ്ഡലങ്ങളിലും ഉണ്ടാവും. അവരെന്താ പറയുന്നത്, ഞങ്ങൾ 100-110 സീറ്റ് പിടിക്കുന്ന വിശ്വാസമാണ് CPI കൊണ്ടിരിക്കുന്നത്. അവിടെ CPIയുടെ സീറ്റുകൾ ഇല്ലെങ്കിലും അധികാരത്തിലെത്താൻ പറ്റുമെങ്കിൽ അവരെ പണി നടത്താനേ അവർ നോക്കത്തുള്ളൂ എന്നുള്ളത്. ആത്യന്തികമായി പറയുകയാണെങ്കിൽ CPI മുന്നണി വിട്ട് മറ്റാരെങ്കിലും കൂടെ പോവുക. അല്ല, നമ്മളത് പറയേണ്ട ആവശ്യമില്ല. വരാൻ പോകുന്ന ദിവസങ്ങൾ അതിൻ്റെതാണ് എന്ന് മനസ്സിലാക്കുക. കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, UDF കൺവീനറായിട്ടിരിക്കുന്ന ആൾ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശിന് കൃത്യമായി കരുക്കൾ നീക്കാൻ അറിയാവുന്ന ആളാണ്. വളരെ സൈലന്റ് ആയിട്ടിരുന്ന് കൃത്യമായി അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രത്തെ ഇലക്ഷൻ മാനേജ്മെന്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ എത്തുന്ന ഒരാളാണ്. അതിനുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടാകാം. അല്ലെങ്കിൽ പിന്നെ UDFന്റെ ഒരു നേതാക്കളും ഇതേവരെ CPI കുറ്റം പറയാനോ ഇത് തിരുത്തി പറയാനോ നിന്നിട്ടില്ല എന്നുള്ളതാണ്. കണ്ടറിയാം രാഷ്ട്രീയ കേരളത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്.